കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഭരിക്കുന്നവരെ തീരുമാനിക്കും കാര്യങ്ങള്, അല്ലാതെ ജോലിക്ക് നിൽക്കുന്നവളല്ല. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാന് ഇവൾക്കൊരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ശരി, അത്ര വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ട് പോയി പോറ്റിക്കോ ശാരദാമേ. ഇവിടെ വേണ്ട ഈ നശൂലത്തിന്. തീർന്നില്ലേ കാര്യങ്ങള്? അതിന് എനിക്കൊരു മടിയില്ല. ഇതുപോലുള്ള 3 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ വളർത്തി വലുതാക്കിയവളാ ഈ ശാരദ. ഒന്നിനും ഒരു കേടും ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല, അന്നം വിളമ്പി സമ്പാദിക്കുന്നതിന്റെ ഒരു പങ്ക് ആവതുള്ളതുപോലെ അനാഥർക്കും വിളമ്പുന്നുണ്ട്. എന്നോടൊപ്പം വന്ന ഈ ഒരു കുഞ്ഞ് എനിക്ക് അധികമാവില്ല. അതിന് 3 നേരം ഭക്ഷണം കൊടുക്കാൻ നടുവൊടിക്കുന്ന ജോലിയൊന്നും ചെയ്യിക്കേയില്ല ഞാൻ. എന്നാ കൊണ്ടുപോയിക്കോ ഈ അസത്തിനെ. ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. നീ വാടി. എന്തിനാ ശാരദാമ്മേ ബസുമതി ആന്റിയായിട്ട് കോർത്തത്? സത്യാമ്മയായിട്ട് ഒരു അംഗം കഴിഞ്ഞതേ ഉള്ളൂ. അതിന്റെ ദേഷ്യം മുഴുവൻ ഈ പാവത്തിന്റെ പുറത്താണോ തീർക്കേണ്ടത്? എന്ന് പറഞ്ഞാ ഇനിയിപ്പോ ഇതിന്റെ ദേഷ്യം കൂടി ഈ കുട്ടിയോട് തീർക്കില്ലെന്ന് ഉറപ്പുണ്ടോ? ഇപ്പൊ അടിച്ചപ്പോ കൈതെടുക്കാൻ അമ്മയെ കൊണ്ട് കഴിഞ്ഞു. എപ്പോഴും ഇത് നടക്കുന്നു തോന്നുന്നുണ്ടോ അമ്മയ്ക്ക്? ആ ശരി, ആയിക്കോട്ടെ. മോളെ, ഇതിപ്പോ തന്നെ തീർന്നോളും, വിഷമിക്കണ്ട കേട്ടോ. ആദ്യം അവനവൻ ചെയ്യുന്ന ജോലിയെ പറ്റി ഒരു അഭിമാനബോധം വേണം. അവനവൻ ചെയ്യുന്നത് വൃത്തിയായിട്ടാണെന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിലും തല താഴ്ത്തി നിൽക്കേണ്ടി വരില്ല. പിന്നെ തീരെ സഹിക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളാണെങ്കിൽ വിട്ടുകളഞ്ഞേക്കണം, അത്ര തന്നെ. വാകേറിയ ദൈവം എരയും തരൂന്ന് കേട്ടിട്ടില്ലേ? അതേ നടക്കൂ. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്നാൽ നിനക്ക് മുട്ടാനൊരു വാതിലുണ്ട് മോളെ. ഈ ശാരദാമ്മയുടെ ശരീരത്തിൽ ശ്വാസം കിടക്കുന്നത് വരെ നിനക്ക് വേണ്ടി അത് കാണുകയും ചെയ്യും, ഉറപ്പ്. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ശാരദാമ്മേ. വസുമതി ആന്റിയുടേത് പെട്ടെന്നുള്ളൊരു ദേഷ്യ, അതപ്പോ തന്നെ അടങ്ങുകയും ചെയ്യും, അത്രേ ഉള്ളൂ. ശരി, അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ മോളെ. ഇപ്പൊ തന്നെ പതിവിലും കൂടുതലായി ഇവിടെ നിന്നിട്ട്. ആന്റിയോടൊന്ന് പറഞ്ഞിട്ട്. അയ്യോ, ഇപ്പൊ വേണ്ട. ഇനി ആ കഥകില് മുട്ടിയ വസുമതി എന്തു പറയുന്ന അറിയില്ല. സംസാരിച്ചു മുഷിഞ്ഞ് വെറുതെ ഉള്ള ബന്ധം കൂടി കളയണ്ട. അർജുനോട് മോള് തന്നെ അങ്ങ് പറഞ്ഞാ മതി ശാരദാമ്മ പോയിന്ന്. ശരി ശാലിനി, പോവാം. പോയിട്ട് വരട്ടെ മോളെ. പോയി വരാം പ്രീതി. ശരി ശരി. ഇത് ലച്ചുവിന്റെ നാടാ. ഇവിടെ ഉള്ളവരെല്ലാം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് എന്നെ കണ്ടിട്ടുണ്ടാവും. സ്വാതിയുടെ കൂടെ ചെല്ലാതെ ഒഴിഞ്ഞു മാറുന്ന ആ ബുദ്ധി. സ്വാതി ചെല്ലേ. അത് അപ്പച്ചി 2-3 തൊട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. ചിലപ്പോ എന്തെങ്കിലും സീരിയസ് മാറ്റർ ആയിരിക്കും. കാര്യം എന്താന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. എവിടെ പോയല്ല സഞ്ജു ഒന്ന് ഫ്രീ ആവുക? അമ്മു അവിടെ ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. ചെല്ലേ. അമ്മോ, എടി അമ്മോ. ആ വരുന്ന ആന്റി.
നീ ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ വിചാരിച്ചു പുതിയ രക്ഷകർത്താവിന്റെ കൂടെ പൊറുതിക്കങ്ങ് പോയി കാണുമെന്ന്. ദേ, ഇവിടുന്ന് പടുക്ക മാറ്റിയപ്പോ അലങ്കോലായി കിടക്കുന്നത് നീ കണ്ടില്ലേ? നിന്റെ ആരെങ്കിലും വരൂ ഇനി ഇത് വൃത്തിയാക്കാൻ? എന്താടി നീ ചെയ്യാൻ പോകുന്നേ? അകത്ത് പോയി ചൂലും കോരിയും ബക്കറ്റും ഒക്കെ എടുത്തോണ്ട് വാടി. അല്ലാതെ കൈകൊണ്ട് വരൂ നീ ഈ ചവറൊക്കെ. ശരി, വേഗം വേണം. ഹലോ, അവളെ കണ്ടത് വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിലാണ്. പറഞ്ഞെഴുന്നള്ളിപ്പ് കഴിഞ്ഞുപോയ ലക്ഷണം. ഏതായാലും അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന വീട് ഇത് തന്നെയാ. പക്ഷെ ഗേറ്റ് അടച്ചിരിക്കും. കാണിച്ച പോലെ വലിയ ആവേശം കാണിച്ച് കാര്യം കൊളാക്കാൻ പാടില്ല. എൻ്റെ വണ്ടിയുടെ ഹോൺ കേട്ടാലോ എൻ്റെ നിഴല് കണ്ടാലോ മതി, അവളോടും. തൽക്കാലം വണ്ടി അവിടെ കിടക്കട്ടെ. സാവകാശം പരിസരമൊക്കെ പഠിച്ചിട്ട് മതി ബാക്കി കാര്യങ്ങൾ. അമ്മേ, അവിടെ ഒരു ചേച്ചി വന്ന് നിൽക്കുന്നു. ആരാ നിനക്കറിയില്ലേ? ഇല്ല, ദൂരെ നിന്ന് വന്ന ചേച്ചി എന്നാ തോന്നുന്നേ. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. അപ്പൊ മോൻ പലഹാരം എടുത്ത് കഴിക്കും. ആരാന്ന് ചോദിച്ചിട്ട് ഞാൻ വരാം. അമ്മോ, അമ്മോ, ഞാൻ അമ്മൂനെ കാണാൻ വന്നതാ. അമ്മോ? അതെ, എന്റെ വീട്ടിലെ അമ്മു നിന്നത്. മുത്തശ്ശി മരിച്ചപ്പോ ഞങ്ങളാ അമ്മൂനെ ടാക്സി പിടിച്ച് ഇങ്ങോട്ട് അയച്ചത്. ഇത് അമ്മുന്റെ വീടല്ല. ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചില്ലേ, ബാലാമണി അമ്മ എന്ന പേരുള്ള? ദൈവമേ, ഈ കുട്ടിയുടെ വീട്ടിലാ ലച്ചു നിൽക്കുന്നത്. ആരെങ്കിലും ഇപ്പൊ വന്നാ ഈ കുട്ടി വന്നതുപോലെ ഇപ്പൊ പോയില്ല. മുത്തശ്ശിയുടെ മരണത്തിന് വന്നിട്ട് അമ്മു ഇതുവരെയും തിരിച്ചു വന്നില്ല. അങ്ങനെ അന്വേഷിച്ച് വന്നതാ ഞാൻ. ലച്ചു അവിടെ എത്തിയില്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? അമ്മു ഈ വീട്ടിലുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് അവളൊന്ന് കാണണം. നോക്ക്, അവളെ കാണാതെ ഞാൻ പോവില്ല. കുട്ടി പറയുന്ന അമ്മുന്റെ വീടല്ല ഇത്. ഞങ്ങൾക്ക് അമ്മുനെ അറിയില്ല. ഇവിടെ നിന്നൊരു കുട്ടിയെ സിറ്റിയിലേക്ക് വിവാഹം കഴിപ്പിച്ച് വിട്ടില്ലേ? ഇല്ല, ഇവിടെ ഞാനും എന്റെ ഭർത്താവും അമ്മയും ഒരു കുട്ടിയും മാത്രമേ ഉള്ളൂ. നിക്ക്, അമ്മുന്റെ ഫോട്ടോ ഞാൻ കാണിച്ചുതരാം. വേണ്ട, ഇവിടെ ഇല്ലാത്തൊരാളുടെ ഫോട്ടോ ഞാനെന്തിനാ കാണുന്നത്? കുട്ടിക്ക് വീട് തെറ്റിയതാ. പോവാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് വീട് തെറ്റിയിട്ടൊന്നുമില്ല. നിങ്ങൾ പറയാത്തതാ. നിങ്ങൾ പറയണ്ട, ഞാൻ അയൽക്കാരോട് ചോദിച്ചോളാം, അവര് പറഞ്ഞോളൂ. എന്നപ്പോ ചോദിക്കും. ദൈവമേ, വലിയ കുഴപ്പങ്ങളാ വരാൻ പോകുന്നത്. അമ്മ അവിടെ ഉണ്ടാവും. അമ്മുനെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അവൾ എന്നെയും കണ്ടിട്ടില്ല. ഇനി ലച്ചുവിനറിയുന്ന പെണ്ണായിരിക്കും അമ്മോ. എങ്കിൽ പിന്നെ എല്ലാം അവസാനിച്ചു തന്നെ. നാശം, ഈ നാട്ടിലേക്കുള്ള ഓരോ വരവും കുഴപ്പം പിടിച്ച. എടാ, അങ്ങോട്ട് നോക്കി. ആ നിൽക്കുന്ന നമ്മുടെ ലച്ചുവിനെ കിട്ടിയ പയ്യനല്ലേ? അതെ, ആ കൊച്ചൻ തന്നെയാ. എന്താണെന്ന് ചോദിക്കാം, വാ.
അമ്മുവിന്റെ വീടല്ലെന്നാ പറയുന്നത്. സ്വാതി കേറ്, നമുക്ക് പോവാം. അങ്ങനെ പോയാൽ എങ്ങനാ? അയൽവീട്ടിലോടൊന്ന് ചോദിക്കാം. എനിക്ക് അവിടെ കണ്ട സ്ത്രീ അത്ര വിശ്വാസം പോരാ. എന്താടോ വീട്ടുകാർ പറയുന്നതിനപ്പുറമാണോ അയൽക്കാർ പറയുന്നത്? നീ കാറി കയറ്. ഇതേ അത്ര നല്ല സ്ഥലമല്ല, അതുകൊണ്ട് വാ. നീ വാ വാ സ്വാതി. സഞ്ജു ഒന്ന് ചോദിക്കട്ടെ. അയ്യോ അയ്യോ മോനെ പോലെ ഒരു കാര്യം ചോദിക്കട്ടെ. പോലെ 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 ഈശ്വര, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സ്ത്രീ കള്ളമാണോ പറഞ്ഞേ? അത് കള്ളമായാലും സത്യമായാലും അമ്മ അവിടെ ഇല്ലാന്ന് ബോധ്യമായല്ലോ. ശരിയാ, അവൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും പുറത്തിറങ്ങി വന്നേനെ. അപ്പൊ ഇനിയുള്ള അന്വേഷണം സിറ്റിയിൽ മതി. ജാനകി വരാതിരുന്നത് വലിയ കഷ്ടമായി പോയട്ടോ. ചെറിയൊരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു ഇവിടെ. ആളൊക്കെ കുറവായിരുന്നു, പക്ഷേ 4 കൂട്ടം പായസം വിളമ്പിയുള്ള സർവാണി സദ്യ തന്നെ ഞാൻ വിളമ്പി. ദേവിക്ക് നെല്ലും കുലയും കൊടുക്കുന്ന പോലെ പ്രധാനമാ വീട്ടിലെത്തുന്നവർക്ക് അന്നം കൊടുക്കുന്നതും. ആ, ഏതായാലും രാത്രി പറ്റുമെങ്കിലൊന്ന് വാ. പായസം ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ആ ശരിയപ്പോ. ആ പെണ്ണിനോട് പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് ഇത് വൃത്തിയാക്കിയില്ലേ? അമ്മോ അമ്മോ, എന്തോ? എടി അമ്മോ, ദേ വരുന്നു. അവളുടെ ശബ്ദമല്ല കേട്ടത്, അതോ ഇനി തോന്നിയായിരിക്കും. ആരാത്? തലയ്ക്ക് നല്ല സുഖമില്ലാത്ത ആളെ പോലെ ഉണ്ടല്ലോ. ഇതാണോ ആ സ്ത്രീ? സുമംഗല കുഞ്ഞമ്മ. സുമംഗലിയല്ലോ, സുമതിയോ? എന്താ അവരുടെ പേര്? മറന്നല്ലോ. ഇവിടെയല്ലേ ലക്ഷ്മി താമസിക്കുന്നത്? ലക്ഷ്മിയാ? ഏത് ലക്ഷ്മി? എന്റെ ലച്ചു. ലക്ഷ്മി ഏത് ലക്ഷ്മി? ഏത് ലച്ചു? അല്ല, ഇതല്ലേ സുഭദ്ര തങ്കച്ചിയുടെ വീട്? സുഭദ്ര തങ്കച്ചിയോ? അതാരാ? അല്ലല്ല, സുമംഗല. സുമംഗല. സുമംഗലയോ? അല്ല, നിങ്ങളുടെ പേരെന്താ? അറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങളുടെ വീടല്ലേ ഇത്? എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്റെ വീടാന്ന് കണ്ടുപിടിച്ചല്ലോ ഇയാള്. ആദ്യം ഇങ്ങോട്ട് കയറി വന്നതിന്റെ കാര്യം പറ. ഇവളെ ഇന്ന് ഞാൻ ലച്ചു ലച്ചു അർജുൻ,
നമ്മുടെ അമ്മൂനെ കണ്ടപ്പോ ആക്രമിക്കാൻ നോക്കിയതാ. എന്താടാ നിനക്ക് വേണ്ടിയ? ആരാടാ നീ? അമ്മുവായിട്ട് നിനക്ക് എന്താടാ ബന്ധം? അതമ്മല്ല ലച്ചുവാ. എന്താ ലച്ചു ഓരോരോ ഭ്രാന്ത് പറഞ്ഞ് പെണ്ണുങ്ങളോട് വീട്ടിൽ കയറി തോന്നിവാസം കാണിക്കുന്നു. സത്യം ഞാൻ പറഞ്ഞേ. അതെന്നെ ലച്ചുവാ. എനിക്ക് അവളെ വേണം. ഞാൻ ലച്ചുവിനെ തരോടാ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇനി മേള നിന്നെ ഈ പരിസരത്ത് കൊണ്ടുപോരുത്. നിനക്കറിയില്ല ഞാൻ ആരാന്ന്. എന്നെ ലച്ചുവിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും. അതിന് എന്ത് സംഭവിച്ചാലും ശരി. നീ ചെല്ല്. വണ്ടി എടുക്കടാ. അർജുനേട്ടാ, എന്താ അർജുനേട്ടാ, അമ്മൂനെ ഇവിടെ ഒന്ന് കാണാനില്ല. കാണാനില്ലേ? അവൾ ഇവിടെ എങ്ങാനും കാണും. നീ നന്നായിട്ടൊന്ന് നോക്കിയാ മതി. കൊള്ളികളെ ഇവളൊക്കെ കണ്ടില്ലേ ഓരോരുത്തന്മാരായിട്ട് അന്വേഷിച്ചു വരുന്നത്. ഇല്ലമ്മേ, ആ ഭ്രാന്തം വന്നിട്ട് അവള് പേടിച്ചോടിയതാവും. ഞാൻ എല്ലാ റൂമിലും തെരഞ്ഞു, ഇവിടെ എങ്ങും കാണാനില്ല. ഈശ്വര, ഈ വീട്ടിൽ നിന്ന് തന്നെ ഓടിപ്പോയെന്ന് എനിക്ക് ഉറപ്പാ. എന്റെ ദേവി, അങ്ങനെയാണെങ്കി ഇനി അവളുടെ കാര്യത്തിൽ കുടുങ്ങുമല്ലോ നമ്മള്. എനിക്ക് വലിയ ദൈവമേ. ആരോ വന്നു തോന്നുന്നു. ആ, ഞാൻ പോയി നോക്കാം. അമ്മേ, അമ്മ ഇങ്ങോട്ട് വരാനുള്ള കാരണം എനിക്കറിയണം. അത് പറഞ്ഞിട്ട് അകത്തോട്ട് പോയാൽ മതി. മാറി നിൽക്കണി. മോളെ, ഇന്നിങ്ങോട്ട് വന്നത് നന്നായി. ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. കവിതേ. ആ, സഞ്ജു ഇവിടെ ഇല്ല കവിതേ. അവനിവിടെ ഉണ്ടല്ലോ. എന്താ വല്യേച്ചി? നീ അവനെ ഒന്ന് വിളിക്ക. സഞ്ജു, വല്യേച്ചി വന്നിട്ടുണ്ട്. എന്താ പ്രഭേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതൊരു നിസ്സാര കാര്യമാണ്. എനിക്കതൊരു നിസ്സാര കാര്യമല്ല. എന്താ വിവാഹ നിശ്ചയത്തിന് വല്ല തടസ്സമുണ്ടോ? ആ, അവൻ വന്നു. ഇനി കാര്യം പറ. ടെൻഷൻ അടിച്ച് നിൽക്കാൻ പറ്റൂല. നാളെ നടക്കേണ്ട ചടങ്ങ്. സഞ്ജുവിനെ സ്വാധിക്കോ? ഇപ്പൊ വിവാഹ നിശ്ചയം അല്ല മുഖ്യം. വീട്ടിൽ നിൽക്കുന്ന പെണ്ണിനെ അന്വേഷിച്ച് നടക്കുക ഇവര് രണ്ടാളും. ഇത് വലിയ പ്രശ്നമാണോ വല്യടത്തി? ആ പെണ്ണിതുവരെ തിരിച്ചു വന്നില്ലേ? വീട് പണിക്ക് നിന്നവള് വന്നില്ലെങ്കിൽ നിങ്ങൾക്കെന്താ? അവള് വേറെ വല്ല വീട്ടിലും ശമ്പളം കൂടുതൽ കിട്ടിയപ്പോ കേറി കാണും. അത് മനസ്സിലാക്കാനുള്ള വിവേകം വേണ്ടേ? വീട്ടുപണിക്കാരിയെ ആ നിലയ്ക്ക് കാണണം. അമ്മു വീട്ടുപണിക്കാരിയല്ല, എനിക്കവൾ അനിയത്തിയാ. അനിയത്തിയോ? എന്താ ശ്രീകുട്ടി ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ അളയമ്മേ, അനിയത്തിയാവാൻ ഒരേ വയറ്റിൽ തന്നെ പിറക്കണമെന്നുണ്ടോ? കേട്ടല്ലോ ഇത് പറഞ്ഞ ഇവള് സഞ്ജുവിനെ കൂട്ടുപിടിച്ച് അവളെ തിരക്കി നടക്കുന്നത്. ആ പെണ്ണിന്റെ കഴുത്തില് ഒരു താലി ഉണ്ടെന്നല്ലാതെ ഭർത്താവാരാ വീട്ടുകാരാരാ എന്തിന് ഏതാന്ന് പോലും അറിയില്ല. താലി കെട്ടിയവന്റെ പേരോ ഒന്നും അവക്കറിയില്ല.
എന്താ പ്രബേട്ട, എന്താ ഈ കേൾക്കുന്നത്? ഊരും പേരും അറിയാത്ത പെൺകുട്ടിയാണോ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? വല്ലതും അടിച്ചോണ്ടാണോ പോയെന്ന് നോക്കിയോ? അല്ല, ആ കുട്ടിയോട് സഹതാപം തോന്നി ശ്രീകുട്ടിമോട് ചെയ്തതാവും. ശ്രീദേവി അത് ന്യായീകരിക്കും. അതിനുള്ള കാരണം എനിക്കറിയാം. മുകുന്ദേട്ടന് സഹതാപം കൂടിപ്പോയതൊന്നും ഞങ്ങളാരും ഇവിടെ മറന്നിട്ടില്ല. കണ്ട ചേരിയിലും കിടന്ന പെണ്ണിനെ വീട്ടിലേക്ക് ശ്രീകുട്ടി കൂട്ടിക്കൊണ്ട് വന്നതേ തെറ്റ്. അതും പോട്ടെ, അവൾ അവളുടെ പാട് നോക്കി പോയിട്ട് അന്വേഷിച്ച് നടക്കുന്നു. നാണക്കേടല്ലേ മോളെ? നമ്മുടെ നിലയും വിലയും നോക്കണ്ടേ? ഇങ്ങനെയുള്ളതൊന്നും അടങ്ങി ഒതുങ്ങി വീട്ടിൽ നിൽക്കില്ല. അവളുടെ മുത്തശ്ശി മരിച്ചിട്ട് അവള് പോയത്. അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു. അവള് വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. മോള് വീട്ടുകാർക്കൊരു ടെൻഷൻ ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ടൊന്നും തീർന്നില്ല. അവള് തിരിച്ചു വന്നില്ലെങ്കിൽ വിവാഹ നിശ്ചയം മാറ്റി വെക്കണമെന്നാ ഇവളുടെ നിലപാട്. അത് തന്നെയാണോ സഞ്ജുവിന്റെ അഭിപ്രായമെന്ന് നേരിട്ട് ചോദിച്ചറിയാന് ഇവളെയും കൂട്ടി ഞാനും പ്രഭയും വന്നത്. മോനെ, നീ ഇതെന്തു ഭാവിച്ച? ഞങ്ങളൊക്കെ നാളുകളായി കാത്തിരിക്കുന്നത് ഈ ഒരു ചടങ്ങിനാ. ഒരു വീട്ടുപണിക്കാരി പെണ്ണിനു വേണ്ടി നീ കൂട്ടു നിൽക്കല്ലേ മോനെ? മുത്തശ്ശി ടെൻഷൻ ആവണ്ട. ഇന്ന് തന്നെ അവളെ പറ്റി വിവരം കിട്ടും. എൻഗേജ്മെന്റ് നടക്കും. മതി മോനെ, നിന്റെ ഈ വാക്ക് മാത്രം മതി. മോളെ, നീ ഞങ്ങളെ നാണം കെടുത്തല്ലേ? ആരെങ്കിലും വിഷമിപ്പിക്കാനോ നാണം കെടുത്താനോ ഒന്നിനുമല്ല അമ്മ വന്നിട്ട് മതി നിശ്ചയമൊന്നും ഞാൻ പറഞ്ഞത്. അവൾ അവളുടെ വീട്ടിലെത്തിയിട്ടില്ല. അവളെ കൊണ്ടുപോയ ടാക്സിക്കാരിൽ നിന്ന് അറിഞ്ഞത് അവളെ ആരോ പിടിച്ചോണ്ട് പോയെന്നാ. എന്റെ വീട്ടിൽ നിന്ന് അവള് പോയത്. ആരും അവളുടെ കാര്യത്തിന് ഉത്തരവാദിത്വം ഏക്കണ്ട. പക്ഷെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് കഴിയില്ല. എനിക്കും സഞ്ജുവിനും ഒന്നിച്ച് ജീവിക്കാൻ ഒരു വിവാഹ നിശ്ചയത്തിന്റെ കാര്യവുമില്ല. മനസ്സുകൾ കൊണ്ട് ഞങ്ങൾ എന്നെ ഒന്നിച്ചതാ. കഥയറിയാതെ വീട്ടുകാരൊക്കെ ഞങ്ങളെ ബന്ധം എതിർത്തപ്പോ ഈ വീട്ടിൽ നിന്നാ സഞ്ജുവിനൊപ്പം പോകാൻ ഞാൻ ഇറങ്ങിയത്. അതാരും മറക്കണ്ട. അമ്മൂന് എന്തു പറ്റിയെന്ന് എനിക്കറിയണം. അവൾ നിശ്ചയത്തിന് വരണമെന്ന് ഞാൻ പറയുന്നില്ല. അവൾ എന്നെ വിളിച്ച് അവൾ സേഫ് ആണെന്ന് എനിക്ക് ഉറപ്പ് കിട്ടണം. അത് സംഭവിച്ചില്ലെങ്കിൽ സ്വാതി ഈ വിവാഹ നിശ്ചയത്തിനുണ്ടാവില്ല. കണ്ടില്ലേ ഞാൻ അനുഭവിച്ച വേദന? നിങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലായല്ലോ. അവനും അവൾക്കൊപ്പം പോയ നിലയ്ക്ക് ഇനി ആരും ഒന്നും പ്രതീക്ഷിക്കണ്ട. അവനിൽ നിന്ന് ഞാൻ ഇത് പ്രതീക്ഷിച്ചല്ല വന്നത്. സഞ്ജുവിന്റെ വാക്ക് പ്രതീക്ഷിച്ചാ ഞങ്ങൾ വന്നത്. അവൻ കൂടി ഇങ്ങനെ ആയാൽ ഞങ്ങൾ പിന്നെന്താ ചെയ്യുക? നിങ്ങളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിത്താ. സഞ്ജുവിനെ വിളിച്ച് സംസാരിക്കേ. തീർച്ചയായും അവൻ പറഞ്ഞ അവളെ അനുസരിക്കും. അവര് പുറത്തുണ്ടോ നോക്കടാ രാജു. അവർ രണ്ടുപേരും കാറി കയറി പോയി. അവക്ക് വളം വെച്ചു കൊടുക്കുന്നത് അവന്. അവളെയും കൊണ്ട് കമ്മീഷണർ ഓഫീസിലും ആ പെണ്ണിന്റെ നാടന്വേഷിച്ചു പായുന്നത് അച്ഛന്റെ കൊച്ചുമോന്. അല്ലെങ്കിലും എങ്ങനെയാ വിത്തുഗുണം അവൻ കാണിക്കാതിരിക്കൂ? തെരുവിലെ പെണ്ണിന്റെ രക്ഷകനാവാനല്ലേ? മോനെ നോക്കൂ. മുത്തശ്ശിയുടെ സഞ്ചയനത്തിന്റെ കാര്യം ഇവിടെ എല്ലാരും മറന്ന മട്ടാണല്ലോ.
ഓർമ്മിപ്പിക്കാൻ എന്റെ ആളുണ്ടല്ലോ, അത് നന്നായി. എടാ, ഞായറാഴ്ച സഞ്ജനമാണെന്ന് അന്ന് പറഞ്ഞതല്ലേ? അന്ന് ചിത മൂടണം, അതിലൊരു തെങ്ങ് കൂടി വെക്കണം. അങ്ങനല്ലല്ലോ നാട്ടിലെ ആചാരം. ഞാൻ ബലിയിടുന്നോണ്ട് അതിനൊരു മുടക്കം വരാതെ പോകുന്നു. അതുകൊണ്ടല്ലേ നിന്നോട് തന്നെ ചടങ്ങ് നടത്താൻ പറയുന്നേ. അനിയൻ പറയുന്നതേ കുറിയടിച്ച് ആളുകളെ ക്ഷണിക്കുന്ന കാര്യമാ. ഒരു കല്യാണക്കുറി അടിച്ചതിന്റെ ക്ഷീണം ഇതുവരെ മാറിയില്ല. എന്നിട്ടല്ലേ സഞ്ജയനെ കുറി അടിച്ച് നാട്ടുകാരെ വിളിച്ച് സദ്യ വിളമ്പുന്നത്. തള്ളയുടെ കാര്യത്തിലേ ഞാൻ 1 രൂപ ചെലവാക്കുന്ന ആരും കരുതണ്ട. അവര് പോയി കിട്ടിയതില്ലേ എനിക്ക് നേട്ടങ്ങളൊന്നും ഉണ്ടായതുമില്ല. അതെന്ത് പറച്ചിലാണോ നരേന്ദ്ര? ഞങ്ങൾക്ക് എന്ത് നേട്ടം ഉണ്ടായത്? അവർ മണ്ണടിച്ചതോടെ പല രഹസ്യങ്ങളും കൂടെ പോയില്ലേ. ഇനി നിങ്ങൾക്ക് പേടിക്കാൻ എന്താ ഉള്ളേ? ലച്ചു വന്നാൽ എങ്ങനെ പെരുമാറണമെന്ന് ഞാനും അമ്മയും അളിയനോട് പലവട്ടം പറഞ്ഞതാ. അത് പിന്നെ എങ്ങനെ? അവളെ കാണുമ്പോ അളിയന് നിയന്ത്രണം വിട്ടുപോയില്ല. അളിയനൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ അവൾ ഉടനെ പോവില്ലായിരുന്നു. ലച്ചുവിനെ വരുത്താൻ ഇവരെല്ലാം കൂടെ ചേർന്ന് മുത്തശ്ശിയെ കൊന്നതാണോ? പറഞ്ഞു വരുന്നത് അങ്ങനാണല്ലോ. ഇനി അവക്ക് ഈ വീട്ടിൽ വരേണ്ട ഒരു കാര്യവും ഇല്ല. അത് തന്നെയാ നിങ്ങൾക്കും വേണ്ടത്. നരേന്ദ്ര, അവളിൽ ഒരു കാലത്ത് ഇവിടെ വരരുത്. നിനക്ക് എന്നു തുടങ്ങിയടാ നിന്റെ ഈ ഞങ്ങള് നിങ്ങളെന്നുള്ള ചിന്ത? ഒരു കുടുംബമായി ജീവിച്ചവരാ നമ്മള്. നീ എനിക്ക് മറ്റൊരാളല്ല. ലച്ചു വീട്ടിൽ തിരിച്ചെത്തും വരെ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാവും. അവന്റെ പോക്കണം കേടിന് നമ്മള് തെറ്റുകാരായി. പറഞ്ഞ അമ്മയ്ക്ക് ദേഷ്യം വരും. നരേന്ദ്രേട്ടനെ ഈ നിലയിലാക്കിയത് അമ്മ അർജുനേട്ടനും കൂടിയാ. എടി ഒരുപ്പെട്ടവളെ, കുറെ നോണായല്ലോടി നീ ഇതും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ പോണേ. നമ്മളെ അളിയനോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും വേണം. അളിയനെ ഇന്നത്തെ നിലയിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അമ്മയോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. കുഞ്ഞൂട്ടൻ എന്തൊക്കെയോ സംശയമുണ്ടെന്നാ തോന്നുന്നത്. സഞ്ജയനെ വിപുലമായിട്ട് നടത്താൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല. നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ നടത്ത്. അമ്മേ, എന്താടി? അമ്മ എല്ലായിടവും പരിശോധിച്ചോ? ഞാൻ നോക്കി. ഭാഗ്യത്തിന് സ്വർണവും പണമൊന്നും പോയിട്ടില്ല. അലമാരിയിലും പെട്ടിയിലുള്ളതും എല്ലാം സേഫ് ആയിട്ടുണ്ട്. നിന്റെയോ? ഒന്നും എടുത്തതായിട്ട് കണ്ടില്ല അമ്മേ. എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ പിന്നെ ആ കള്ളി ഇവിടെ വന്ന എന്തിനാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഒരു മാലയോ കമലോ ഒന്നും അടിച്ചോണ്ട് പോകുന്നതല്ല അമ്മ ഇപ്പോഴത്തെ രീതി. വീടും പരിസരമൊക്കെ കണ്ടുവെക്കാൻ ഇതുപോലെ ആരെങ്കിലും വീട്ടിലേക്ക് കയറ്റി വിടും ആദ്യം. കുടുംബാംഗങ്ങളുടെയൊക്കെ ജീവിത രീതിയും പെരുമാറ്റമൊക്കെ പഠിച്ചിട്ട് അവസരം നോക്കി വേറെ ആൾക്കാർ വീട്ടിൽ കയറി മൂടോടങ്ങ് അടിച്ചോണ്ട് പോകും. അപ്പോഴാ വീട്ടുകാർ പോലും വിവരം അറിയാം. ചിലപ്പോ ഇതിനിടയിൽ കൊലപാതകം വരെ നടന്നെന്ന് വരും. ഓ എന്റെ ഭഗവതി, ഇത്തവണ എങ്ങനെയോ നമ്മൾ രക്ഷപ്പെട്ടതാ. ഇവളുടെ ചേട്ടനുണ്ടല്ലോ, ആ എരണം കെട്ടവൻ, അവൻ അവളെ ഇവിടെ കൊണ്ട് നാക്കിയപ്പോഴേ ഞാൻ ചോദിച്ചതാ അവന് നന്നായിട്ട് അറിയാവുന്ന പെണ്ണാണോന്ന്. അതേന്ന് അവൻ സമ്മതിക്കുകയും ചെയ്തതാ. എന്നിട്ടിപ്പോ ആട് കിടന്നിടത്ത് ഒരു പൂട പോലും ഇല്ലാന്ന് പറഞ്ഞതുപോലെ ആയല്ലോ. ദേ, നീ ഇങ്ങനെ കുന്ത വിഴിഞ്ഞോലെ ഇരുന്നിട്ട് കാര്യമില്ല. അവനെ വിളിച്ച് ചോദിക്കേ അവൾ ഏതാ എന്താന്നൊക്കെ. ഞാൻ വിഷ്ണുവിനെ വിളിച്ചിരുന്നു. എന്നിട്ട്? വിഷ്ണുവിനെ അറിയാവുന്ന പെൺകുട്ടിയാമേ. എന്നിട്ട് അവളിപ്പോ എവിടെയാ? അതറിഞ്ഞൂടമ്മേ. പിന്നെന്ത് മാങ്ങ അറിയാന്നാ? സാധാരണ ഒരിടത്ത് നടക്കുന്ന സംഭവങ്ങളാണോ ഇന്ന് ഈ വീട്ടിൽ നടന്നത്? നമുക്കൊരു പരിചയം ഇല്ലാത്തവൻ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരിക, എന്നിട്ട് ഇവിടെ ഉള്ളൊരു പെണ്ണിനെ പിടിച്ചോണ്ട് പോകാൻ നോക്കുന്നു. അവൾ ആരും ആയിക്കോട്ടെ, വസുമതി കുഞ്ഞമ്മയുടെ വീടായതെന്നുള്ള ഓർമ്മ വേണമായിരുന്നു. അത് വീട്ടിൽ നിൽക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവ വിശേഷം പോലെ ഇരിക്കും അമ്മേ. ഇതുപോലെ വേറെ ഏതെങ്കിലും വീട്ടിൽ ജോലിക്ക് പോയിട്ട് അവിടെ നിന്ന് അയാളെയും പറ്റിച്ചോണ്ട് കളഞ്ഞതല്ലാന്ന് ആർക്കറിയാം? ഒന്ന് നിർത്തുന്നുണ്ടോ നീ? പ്രായം തികഞ്ഞ ഒരു പെണ്ണിഞ്ഞാ കാണാതായിരിക്കുന്നത്, അതും ഒട്ടും തൃപ്തികരമല്ലാത്ത സാഹചര്യത്തിൽ, തികച്ചും ദുരൂഹമായിട്ട്.
അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് ആശങ്കപ്പെടുന്നതിന് പകരം ഇങ്ങനത്തെ വൃത്തികളാണോ ചിന്തിച്ചു കൂടുന്നത്? എനിക്ക് ഒരു 100 കിലോ ആശങ്കയുണ്ട്. അതങ്ങ് തൂക്കി വിറ്റാ മതിയോ? അല്ലെങ്കിൽ എന്റെ പൊന്നുമോനൊരു കാര്യം ചെയ്, ഇവിടെ ജോലിക്ക് നിന്ന പെണ്ണിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്ക്. അതിനാരെ കാണാനില്ലെന്ന് പറഞ്ഞു കൊടുക്കും പരാതി? അവളുടെ ഫോട്ടോയോ ആധാർ കാർഡിന്റെ പകർപ്പോ എന്തേലും ഉണ്ടോ ഇവിടെ? ആ എണ്ണം കെട്ടവളുടെ പേര് പോലും നമുക്കറിയില്ല. അമ്മൂന്ന് അവള് നമ്മളോട് പറഞ്ഞു. ഇവിടെ വന്ന അയാൾ വിളിച്ചത് ലച്ചുന്ന്. ഇനി വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് ആർക്കറിയാം? ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ ഒരാള് വേണോന്ന് ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞപ്പോ അവനൊരു വാശിക്ക് എടുത്തു പിടിച്ചോണ്ട് വന്നത് ആ പെണ്ണിനെ. റോഡിന്നാണോ ഗട്ടറിന്നാണോ എന്നൊക്കെ ആർക്കറിയാം? എന്റെ ഒരു ബുദ്ധിമോശത്തിന് ഞാൻ അധികം അങ്ങോട്ട് അന്വേഷിച്ചതുമില്ല. അമ്മ ഒന്ന് നിർത്ത്. ഇത് കുറെ നേരമായല്ലോ. മനുഷ്യൻ കേട്ട് കേട്ട് മടുത്തു. അയ്യോ, എന്റെ പൊന്നുമോൻ ഇപ്പൊ തന്നെ അങ്ങ് വാടി തളർന്നു പോവുമല്ലോ. ഞാൻ നിർത്തി. ഏതായാലും നീ പറഞ്ഞത് നേരാ. കാണാതായിരിക്കുന്നത് പ്രായം തികഞ്ഞൊരു പെണ്ണിനെയാ. അവൾക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ച ചത്ത് മലച്ച് റോഡിൽ കിടന്ന സമാധാനം പറയേണ്ടി വരിക നീയാ. കാരണം ഈ വീട്ടിൽ ജോലിക്ക് നിന്ന പെണ്ണ അത്. ഈ വീട്ടിലെ പ്രായം തികഞ്ഞ പുരുഷൻ നീയും. അമ്മ തന്നെ. നാളെ പോലീസ് ചോദിക്കും. അപ്പോഴേക്കും പറയാനുള്ള ഉത്തരം റെഡിയാക്കി വെച്ചോ എന്റെ വക്കീല് മോൻ. നീ വാടി. ദൈവമേ, അർജുനേട്ട, അമ്മ പറഞ്ഞതുപോലെ അമ്മൂനെന്തെങ്കിലും? ഇല്ല പ്രീതി, നല്ല മനസ്സുള്ളവളാ അമ്മു. അവൾക്ക് ദൈവം ഒരു ആപത്തും വരുത്തില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അർജുനേട്ട അവളെ. അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണ്ടേ നമുക്ക്? ചിത്ര പറഞ്ഞ പോലെ എന്ത് പറഞ്ഞാ പ്രീതി നമ്മൾ അവളെ അന്വേഷിക്കുക? നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് എവിടെ നിന്നോ കയറി വന്നൊരു പെൺകുട്ടി. വന്നതുപോലെ തന്നെ എവിടേക്കോ അവള് പോയി. ചിലരങ്ങനെയാണെന്ന് തോന്നുന്നു. സ്വയം എരിഞ്ഞായാലും മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കും. നിന്റെ ജീവിതത്തിൽ ആ പ്രകാശം ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് വിചാരിച്ചാൽ മതി. എവിടെയായാലും അവൾക്ക് നല്ലത് മാത്രം വരുത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കിടക്കാൻ നോക്കാം. ദൈവങ്ങളെ, എവിടെയായിരുന്നാലും അവൾക്കൊരാപത്തും വരുത്തല്ലേ. അമ്മേ ഭഗവതി. അമ്മേ, ഇന്നിവിടെ ആർക്കും ഭക്ഷണമൊന്നുമില്ലേ? അതിവിടെ എന്താ അമ്മ? അത് അമ്മ ഈ ലോകത്തൊന്നും അല്ല. ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിന്റെ കാര്യം പോലും മറന്നുപോയി. എന്താ അമ്മേ? അല്ല മോളെ, ഞാൻ ആ കുട്ടിയെക്കുറിച്ച് ആലോചിക്കായിരുന്നു. ആര്? അമ്മൂനെ പറ്റിയോ? ആരാത്? മോളെ വാ അമ്മേ, നമുക്ക് നോക്കാം.
ആ ലൈറ്റ് ഒന്നിട്ടേ. ആരാമേ അത്? അമ്മ വാ, നോക്കാം. എന്നൊന്നും ചെയ്യല്ലേ. ഞാനൊരു പാവ. അമ്മോ, ഈ കുട്ടിയുടെ കാര്യമാണോ അമ്മ പറഞ്ഞത്? മോളെ എഴുന്നേക്ക്. നീ എങ്ങനെ ഇവിടെ എത്തി മോളെ? അത് ഞാൻ നേരത്തെ കുട്ടിയുടെ പിന്നാലെ നടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞവൻ തന്നെയാണോ വീണ്ടും വന്നത്? അതെ. എന്നിട്ട് ജീവനും കൈ പിടിച്ച് അവിടെ നിറങ്ങി ഓടിയതാ ചേച്ചി. ഞാൻ എങ്ങോട്ടാ പോണ്ടേന്ന് ഒരു രൂപം ഉണ്ടായിരുന്നില്ല. പകല് മുഴുവനും പല വഴികളിലൂടെ വെറുതെ അലഞ്ഞു. ഇരുട്ട് വീണപ്പോ പേടിയായി തുടങ്ങി. ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ കുറെ ഇരുന്നപ്പോ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങി. അയാള് പിന്നാലെ വരും എന്നുള്ള പേടി വേറെയും. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോഴാ കുറച്ച് ചെറുപ്പക്കാർ പിന്നാലെ കൂടിയത്. അയ്യോ, ആരുമില്ലാത്ത വഴി, സഹായത്തിനും ആരുമില്ല. നല്ലപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു അവര്. ജീവനും കൈ പിടിച്ച് വീണ്ടും ഓടുന്നതിനിടയില ഈ വീട്ടില് ലൈറ്റ് കത്തി കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഓടിക്കേറി വന്നതാ ഇങ്ങോട്ട്. പേടിക്കണ്ട, ഇവിടെ കയറി വന്ന നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ശാരദമ്മയുടെ വീടാണോ ഇത്? ആ മോളെ, ഞാൻ ഈ ഒരു രാത്രി ഇവിടെ നിന്നോട്ടെ. പോകാൻ വേറെ ഇടയില്ലാത്തോണ്ടാ. അപ്പൊ നാളെ മുതൽ നീ എന്ത് ചെയ്യും? അത് ഞാൻ വേറെ എന്തെങ്കിലും വഴി. അങ്ങനെ വേറൊരു വഴി ഇല്ലെന്നല്ലേ നീ പറഞ്ഞത്? അങ്ങനെ ഒരു വഴി തെളിയുന്നത് വരെ, അതല്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോണോന്ന് തോന്നുന്നത് വരെ ഇവിടെ തന്നെ നിൽക്കാം. നന്ദിയുണ്ട് ശാരദാമ്മേ. ശാരദാമ്മയല്ല, അമ്മ തന്നെ. ഇനി നീ എന്നെ അങ്ങനെ വിളിച്ചാ മതി. ആ ദേ, ഇതെന്റെ ഇളയ മോളാ ശ്യാമ. ഇവർക്ക് രണ്ടാൾക്കും മൂത്തതായിട്ട് ഒരാളും കൂടി ഉണ്ട്, ശാരിക. അവളങ്ങ് ഭർത്താവിന്റെ വീട്ടിലാ. പെൺമക്കൾ എത്രയുണ്ടെങ്കിലും അതൊരു ഭാരമല്ല, പുണ്യമാണെന്ന് കരുതുന്നവളാ ഞാൻ. മോളകത്തേക്ക് വാ. അല്ല, മോളെന്തെങ്കിലും കഴിച്ചതാണോ? എനിക്കൊന്നും വേണ്ട. ആഹാ, അത് പറ്റില്ല. ഇവിടെ ആരും വിശന്നിരിക്കാൻ പാടില്ല. ഞാൻ ഭക്ഷണം എടുത്ത് വയ്ക്കാം. മോളെ, നീ അമ്മൂന് മുറി കാണിച്ചു കൊടുക്ക. ഇവിടെ ആരും വരില്ല. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ.
സഞ്ജുവും അമ്മുവിന്റെ വീട് തേടി പോയതല്ലേ? എന്നിട്ട് കാര്യമായ ഒരു വിവരം കിട്ടിയതുമില്ല. അതിന്റെ പേരിൽ എന്തിനാ മോളെ ഞങ്ങളെ ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? ഈ അച്ഛന് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറം ഇതൊക്കെ. ഞാനൊരു BP പേഷ്യന്റ് ആണെന്ന കാര്യം മോക്ക് അറിയാവുന്നതല്ലേ? ആ പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്ന നിമിഷം മുതൽ ഞാൻ പറയുന്നത് അവളെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്. അതിന്റെ ദോഷം അനുഭവിക്കേണ്ടത് നമ്മളാണെന്നും പറഞ്ഞു. എന്നിട്ടിപ്പോ എന്തായി പ്രഭേ? ആറ്റുനോറ്റിരുന്ന മകളുടെ എൻഗേജ്മെന്റാ മുടങ്ങാൻ പോകുന്നത്. ഇനി നമ്മൾ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? എൻഗേജ്മെന്റ് മുടങ്ങുമെന്ന് മാത്രം താൻ പറയരുത്. തറവാട്ടി വെച്ച് ഇവള് പറഞ്ഞിട്ട് പോയത് പ്രഭ മറന്നോ? നമ്മളൊന്നും അല്ല അവക്ക് വലുതെന്ന്. രക്തബന്ധം പോലും ഇല്ലാത്ത അവളാണെന്ന്. അമ്മുവിനെ പറ്റി വിവരം കിട്ടിയിട്ട് മതി എൻഗേജ്മെന്റ് എന്നേ ഞാൻ പറഞ്ഞോളൂ. അമ്മു അമ്മു അമ്മു, എനിക്കിത് കേട്ടിട്ട് ഭ്രാന്ത പിടിക്കുന്നേ. ആരോ തലയടിച്ച് പൊട്ടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന അനിയത്തി വേഷം കെട്ടിച്ചതിന്റെ നാണക്കേട് അവക്കല്ല. അവളിനി വരില്ലെങ്കിൽ നീ ഇങ്ങനെ തന്നെ ജീവിതകാലം മൊത്തം കഴിച്ചു കൂട്ടുവോ? അവളെ പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അവളുടെ വായിൽ ഇതുവരെ വന്നിട്ടുണ്ടോ? നിങ്ങൾ പോയത് അമ്മുവിന്റെ വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പാണ്. മുത്തശ്ശിയുടെ പേര് അവൾ എന്നോട് പറഞ്ഞിരുന്നു. ബാലാമണി അമ്മ എന്ന അവരുടെ പേര്. അതുവെച്ചാ ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ചത്. പ്രഭേ, ഇവര് പോയത് ആ വീട്ടിൽ തന്നെ. അതിനൊരു സംശയം വേണ്ട. പക്ഷേ ആ വീട്ടുകാർ ആ പെണ്ണിനെ അറിയില്ല എന്ന് കളവ് പറഞ്ഞതാ. ഇതുപോലെ പലരും അവരുടെ പേരും പറഞ്ഞ് അവിടെ ചെന്നിട്ടുണ്ടാവും. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്തിനാലോചിക്കണം? ഞാൻ പറഞ്ഞാലേ വല്ലതും കൂടിപ്പോവും. പ്രഭേ, നിങ്ങളുടെ പുന്നാര മോളുടെ അടുത്ത് കാര്യം പറഞ്ഞ് മനസ്സിലാക്ക്. ഇനിയെങ്കിലും ആ പെണ്ണിന്റെ പിന്നാലെയുള്ള അലച്ചിലൊന്ന് മതിയാക്കാൻ പറ. ഈ സമൂഹത്തിൽ നിലയും വിലയും ഉള്ളവരല്ലേ നമ്മള്? സമാധാനത്തോടെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു നമ്മുടേത്. ആ പെണ്ണ് എന്ന് വന്ന് കയറിയോ അന്ന് തുടങ്ങിയതാ നമ്മുടെ സമാധാനക്കേട്. അമ്മു, നീ എവിടെയാ? നിന്നെ അന്വേഷിച്ച് ഞാൻ എവിടെയെല്ലാം അലഞ്ഞു. നീ എന്നോട് കാണിച്ച സ്നേഹമൊക്കെ വെറുതെ ആയിരുന്നു. അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ലമ്മോ. അല്ലെങ്കിൽ നീ എവിടെയായിരുന്നെങ്കിലും ചേച്ചി ഒന്ന് വിളിച്ചേനെ. എന്താ മോളെ നിനക്ക് പറ്റിയേ?